ഇപ്പോൾ എല്ലാവർക്കും ദ ഫാം സിൻഡിക്കേറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയും അതിൻ്റെ ഫിസിബിൾ സ്റ്റഡീസിനെ പറ്റിയാണ്. വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് ആലോചിക്കുന്നു ഇവിടെ ഞാൻ സ്റ്റഡി ചെയ്യേണ്ട, ലേൺ ചെയ്യേണ്ട, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഫാമിംഗ് അല്ലെങ്കിൽ ക്രോപ്പ് എന്താണെന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഞാനിതിൻ്റെ സോയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. ടെമ്പറേച്ചർ, ഇവിടുത്തെ ഹ്യൂമിഡിറ്റി, ക്ലൈമറ്റ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ, അല്ലെങ്കിൽ ഇഞ്ചിയും മഞ്ഞളും കൂടി കൃഷി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അടുത്ത പ്രശ്നം വരുന്നത്, ഒരുപാട് എനിക്കിതിനെപ്പറ്റി പഠിക്കാനുണ്ട്. സോ അതിൻ്റെ പാട്ടായിട്ട് ഞാൻ തീരുമാനിച്ചു, ഒരു 5 സെൻറ്റിൽ ഇഞ്ചിയും 5 സെൻറ്റിൽ മഞ്ഞളും ഈ ഒരു കൊല്ലം എന്ന് വെച്ചാൽ 2026 കൊല്ലം ഞാനിത് ഒരു സാമ്പിളായിട്ട് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് ആയിട്ട് ഫാം ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ ഈ ഫാം ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ഫാം ചെയ്താൽ പോരാ, നമുക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടും അതേപോലെ ഒപ്റ്റിമൈസ് ആയിട്ട് നമുക്ക് ഈ ഫാം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വളരെ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഡീറ്റെയിൽസ് നോക്കി, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, അതിൻ്റെ പോസിബിലിറ്റി, ലോസ് ആവാനുള്ള പോസിബിലിറ്റി, പ്രോഫിറ്റ് വന്നാലുള്ളത്, അതിൻ്റെ ഈൽഡ്, അങ്ങനെ കുറേ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് ഒരു പ്രോപ്പർ ഫീസിബിൾ സ്റ്റഡി ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഫാമിംഗ് ടൈം ലൈനും അതേപോലെ അതിൻ്റെ എക്സ്പെൻസ്, വരവ് ചെലവ് കണക്കുകളുടെ എസ്റ്റിമേഷൻ, ലാഭം കിട്ടിയാൽ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി, മാർക്കറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. ഏകദേശം കോസ്റ്റും ഒരു കൊല്ലത്തേക്ക് ഈ ഒരു 5 സെൻറ്റ് വെച്ചിട്ട് ഈ കൃഷി നടത്താൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ക്യാൻ എക്സ്പെക്റ്റ്, അത് ഏറ്റവും നന്നായിട്ട് പോയ എത്രത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നൊക്കെ പഠിച്ച് അവസാനം തീരുമാനിച്ചു എന്തായാലും ഞാൻ ചെയ്ത് നോക്കേണ്ട ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ അഗൈൻ വെൽക്കം ടു ദ ഫാം സിൻഡിക്കേറ്റ് 24. വൃത്തിയും കെയർഫുള്ളിയും ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിട്ടേൺ കിട്ടാൻ പ്രോബിലിറ്റി ഉള്ളൊരു കൃഷിയാണ് ഇഞ്ചി മഞ്ഞൾ എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡുള്ളൊരു കൃഷിയാണ്. ഏകദേശം 8 മുതൽ 10 മാസം വരെയാണ് ഈ കൃഷി ചെയ്യാനുള്ള കാലാവധി. അത് നടേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം നട്ട് കഴിഞ്ഞാൽ ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം. ഒരു 10 തൊട്ടിട്ട് 15 ഇരട്ടി വരെ ഈൽഡ് തരുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി മഞ്ഞൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മളൊരു 10 കിലോ വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 120 കിലോ വരെ അതിൻ്റെ വെയിറ്റ് ഫൈനൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് സമയത്ത് കിട്ടാം. ഒരു നല്ല കൃഷി അല്ലെങ്കിൽ നല്ല സിറ്റുവേഷനിലൂടെ പോകുന്നതെങ്കിൽ. പിന്നെ ഒരു ക്യാഷ് ക്രോപ്സ് ആണ്, വളരെയധികം റിസ്ക് ഉണ്ട്. അപ്പോൾ ഇഞ്ചി മഞ്ഞൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ സോയിലിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇഞ്ചിക്കും മഞ്ഞളിനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനേ പാടില്ല. അത് ഡാമേജ് ആക്കും. അതേപോലെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള പ്രോബബിലിറ്റിയും, അതേപോലെ മഞ്ഞൾ ചീഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണ്, അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഇവിടുത്തെ സോയിൽ അതാണ്, വെള്ളം തീരെ കെട്ടി നിൽക്കില്ല. പക്ഷേ വെള്ളം വേണം താനും, വെള്ളം ആവശ്യത്തിന് വേണം താനും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സോയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അത്രയും നല്ല ന്യൂട്രീഷൻസ് ഉള്ള സോയിലിൽ നല്ല ഈൽഡ് കിട്ടുകയുള്ളൂ 2 ഇഞ്ചിക്കും മഞ്ഞളിനും. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സോയിലിലെ ന്യൂട്രീഷ്യൻസ് നമ്മളത് എൻഷുർ ചെയ്യണം. സോ ഒരു സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സ് തന്നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത് ഈ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സോയിൽ പ്രിപ്പറേഷന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടത്. സോയിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ സീഡ് കളക്ഷൻ, നല്ല ക്വാളിറ്റിയുള്ള സീഡ് നോക്കിയിട്ട്, അത് റിയോ ഡി ജനീറോ എന്ന് പറഞ്ഞൊരു വിത്തുണ്ട്, അതേപോലെ വയനാടൻ ഇഞ്ചിയുണ്ട്. ഈ 2 ഇഞ്ചിൽ ഏതാണെന്നുള്ളത് ഞാൻ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. വയനാടനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്, പക്ഷേ ഈൽഡ് കുറവാണ്. അതേസമയം റിയോ ഡി ജനീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ഈൽഡ് തരും, പക്ഷേ രോഗപ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ എനിക്കൊരു ക്യാഷ് കിട്ടാനുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് ആണെന്നുണ്ടെങ്കിൽ, റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഐ വിൽ ഗോ വിത്ത് റിയോ ഡി ജനീറോ. അതല്ല ഞാൻ കുറച്ചുകൂടി സേഫ് ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഐ വിൽ ഗോ വിത്ത് വയനാടൻ. അതേപോലെ മഞ്ഞളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിഭ എന്ന് പറഞ്ഞൊരു വിത്തനമാണ്. പ്രതിഭയാണോ പ്രഭിതയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, പക്ഷേ ആ വിത്തനമാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കാണ് നടേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 2-3 മാസമായിട്ട് സോയിൽ പ്രിപ്പയർ ചെയ്യണം. സോയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സോയിൽ ടെസ്റ്റ് നടത്തി. ഇതിൽ നൈട്രജൻ, NPK എന്ന് പറയും, നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം, ഈ 3 സാധനങ്ങളുടെ വാല്യൂ pH ലെവൽ എനിക്ക് മാച്ച് ആക്കണം. അപ്പോൾ pH ലെവൽ മാച്ച് ആക്കാൻ വേണ്ടി സോയിൽ ടെസ്റ്റ് നടത്തിയ ശേഷം ലൈം ഇട്ട് അല്ലെങ്കിൽ കുമ്മായി ഇട്ടിട്ട് ഞാനൊരു 20 ദിവസം ഇട്ടിട്ട് സോയിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം സ്ലറി അല്ലെങ്കിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൗഡങ്ക് ഇട്ട് വേറൊരു 20 ദിവസം ഞാൻ സോയിലിൽ ന്യൂട്രീഷ്യൻസ് ആഡ് ചെയ്യണം. അതേപോലെ സോയിലിൽ NPK ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയസിന് വളരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. പിന്നെ ഞാനൊരു പോളിത്തീൻ കവർ വെച്ചിട്ട് സോയിൽ കവർ ചെയ്ത് എനിക്ക് വേണ്ടാത്ത ബാക്ടീരിയസിനെ കില്ല് ചെയ്യുന്നൊരു പ്രോസസ്സ് വരും. അതേപോലെ പിന്നെ ഇഞ്ചി വിത്ത് സോഴ്സ് ചെയ്യണം, അത് നടണം. നട്ട് കഴിഞ്ഞാൽ ഞാനൊരു 1 ഇഞ്ച് തൊട്ടിട്ട് 6 ഇഞ്ച് കരത്തിൽ ഞാൻ സോയിൽ ബെഡിങ് ചെയ്യണം, മൾച്ചിങ് ചെയ്യണം. മൾച്ചിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കരിയിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കണം. കാരണം ഡയറക്റ്റ് ഒരു കാരണവശാലും കിഴക്കൻ വെയിലടിക്കുന്ന മലഞ്ചെരിവാണ്, ഒരു കാരണവശാലും വെയിൽ ഡയറക്റ്റ്
മുളയ്ക്കില്ല. എസ്പെഷ്യലി സമ്മർ സീസണിൽ അടിക്കാൻ പാടില്ല, ഇഞ്ചി വിത്ത് മുളയ്ക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി വൈക്കോൽ അല്ലെങ്കിൽ മൾച്ചിങ് ഷീറ്റ് വാങ്ങാൻ കിട്ടും, അങ്ങനെ ഇൻഡസ്ട്രിയലായിട്ടോ അല്ലെങ്കിൽ ഇതിട്ടിട്ടോ മൾച്ചിങ് ചെയ്യണം. അതിനുശേഷം മുള വരുന്ന സമയത്ത് നമ്മൾ മണ്ണ് വളരാൻ വേണ്ടിയിട്ട്, വേഗം എക്സ്പാൻഷൻ ആവാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള മണ്ണ് മുഴുവൻ കോരിയിട്ട് ചെറിയൊരു കൂന പോലെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് മഴക്കാലമാണ്, പെരും മഴക്കാലമാണ്. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. വെള്ളം നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കണം. സോയിലുള്ള വെള്ളം വേഗം ഇറങ്ങിപ്പോക്കോളും. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം വെള്ളത്തിൽ ഇഞ്ചി കിടക്കുന്ന പോലെ മഞ്ഞൾ കിടക്കുന്ന പോലെ ആവാനേ പാടില്ല. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് സീസണാണ്. അപ്പോഴാണ് ഇഞ്ചി മുള പൊട്ടി വളർന്നു തുടങ്ങുന്നത്. ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഇഞ്ചിക്കോ മഞ്ഞളിനോ രോഗമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഉടനടി അത് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് എൻ്റയർ ആ ഒരു ലൈനിൽ ഫുൾ എഫക്റ്റ് ചെയ്യും. സോ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇല മഞ്ഞയാവാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം വരാതെ ശ്രദ്ധിക്കണം. വേറൊരു കാര്യം, ഈ എലിശല്യം ഒന്നും ഇഞ്ചിക്കും മഞ്ഞളിന് അത്ര വരുന്നില്ല. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഫെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാട്ടുപന്നി കാര്യങ്ങളൊക്കെ വന്ന് ഇത് കുത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാണ്. അങ്ങനെ ഗ്രോത്ത് പീരീഡിൻ്റെ സമയത്ത് ന്യൂട്രീഷൻസ് നല്ല രീതിയിൽ നൈട്രജനും പൊട്ടാഷ്യം കാൽഷ്യം NPK ഫെർട്ടിലൈസർ നല്ലോണം കൊടുക്കണം. പക്ഷേ ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ സൃഷ്ടിക്കണം, സോയിൽ ഡാമേജ് ആവും ഫെർട്ടിലൈസർ ഓവർ കൊടുത്തു കഴിഞ്ഞാൽ. സോ ഫെർട്ടിലൈസറിന് ഈക്വലൻ്റ് അല്ല, 5, 6, 7 ഇരട്ടി ക്വാണ്ടിറ്റിയിൽ നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസറിലേക്ക് കൗഡങ്സ്, അതേപോലെ സ്ലറി വാട്ടർ, ജീവാമൃതം പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ സോയിലിൽ അപ്ലൈ ചെയ്യണം. ഒരു കാരണവശാലും സോയിൽ ബെഡിങ് നാശമാവാൻ പാടില്ല. സോയിൽ ബെഡിങ് അല്ലെങ്കിൽ സോയിലിൻ്റെ ക്വാളിറ്റി, സോയിലുള്ള നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയസ് കാര്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ എൻ്റയർ സോയിൽ ലിറ്ററലി യൂസ്ലെസ് ആവും. സോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് വളരെ കെയർഫുള്ളി വേണം. ഫെർട്ടിലൈസർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം. സോ അതാണ് അതിൻ്റെ ഒരു ടൈം ലൈൻ. പിന്നെ ഇതിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ടൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓട്ടോമേഷനാണ്. വേറെ ഒന്നുമല്ല, ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള നന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറാവാനും പാടില്ല, എന്നാലിട്ട് കുറയാനും പാടില്ല, ഇഞ്ചിക്കും മഞ്ഞളിനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ ഓട്ടോമേഷൻ സിസ്റ്റം ഞാൻ ഈ ഫാമിൽ ബിൽഡ് ചെയ്യാൻ പോകണം. അതാണ് എൻ്റെ ഈ ഒരു 10 മന്തിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന ഒരു എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 7,000 തൊട്ട് 10,000 രൂപ വരെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്റ്റലേഷനിലേക്ക്, ഈ പറയുന്ന പോലെ മൾച്ചിങ് ചെയ്യാനുള്ള ഷീറ്റുകൾ, അതേപോലെ സ്പ്രേ വാട്ടറിങ് ചെയ്യാനുള്ള പൈപ്പ്, അതേപോലെ PVC പൈപ്പുകൾ, അതിൻ്റെ വാൽവുകൾ, ഇതെല്ലാം കൂടി വാങ്ങാൻ വരുന്നൊരു ചിലവാണ് 7,000 രൂപ എന്ന് പറയുന്നത്. അതേപോലെ 8,500 രൂപയോളം എനിക്ക് വളത്തിനും അതേപോലെ സ്ലറി, കോമ്പൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് ചിലവ് വരുന്നതാണ് ഒരു എസ്റ്റിമേഷൻ. ഇതൊരു എസ്റ്റിമേഷനാണ്. ഇത് അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അതേപോലെ ലേബർ കോസ്റ്റ് മോസ്റ്റ്ലി വരില്ല, നമ്മൾ തന്നെ സ്വന്തമായിരിക്കും ചെയ്യുക. കാരണം വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, നമ്മൾ അതിനുവേണ്ടി ഹയർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ വിത്ത് കാര്യങ്ങളെല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു 5,000 രൂപ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ എറൗണ്ട് നമുക്കൊരു 25,000 തൊട്ട് 30,000 രൂപ വരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേഷൻ. ഇത് ഓട്ടോമേഷൻ കൂട്ടാതെ കേട്ടോ. ഓട്ടോമേഷന് വേറെ കോസ്റ്റാണ് വരുന്നത്. അത് സെൻസേഴ്സൊക്കെ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റിയുള്ള സെൻസേഴ്സ് വേണം. അത് വേറെ എപ്പിസോഡായിട്ട് തന്നെ ഞാൻ ചെയ്യാം. പക്ഷേ ഇത് കൂട്ടാണ്ട് ഒരു 30,000 തൊട്ട് 35,000 രൂപ വരെ ആണ് ഞാൻ കൂട്ടിയിട്ടുള്ളൊരു എസ്റ്റിമേഷൻ. ഇഫ് ഇറ്റ് ഈസ് സക്സസ്, കൃഷി സക്സസ് ആയി കഴിഞ്ഞാൽ എൻ്റെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നതും ഒരു 70,000 തൊട്ട് 80,000 രൂപ വരെയാണ്. അത് എക്സ്ട്രീംലി സക്സസ് ആയാലും, നല്ല ഈൽഡ് കിട്ടിയാൽ, 15 ഇരട്ടി ഈൽഡ്, 12 ഇരട്ടി ഈൽഡൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നൊരു എസ്റ്റിമേഷനാണ്. മഞ്ഞൾ പൊടിച്ച് പൗഡറാക്കി വിൽക്കാൻ പറ്റിയാൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഡ്രൈ മഞ്ഞൾ കൊടുക്കാൻ പറ്റിയാൽ കിട്ടുന്ന കോസ്റ്റാണ് ഞാൻ ഈ പറയുന്ന 70,000 തൊട്ട് 80,000 രൂപ വരെ. അത് തന്നെ പറയുന്നത് 2.5 ഇരട്ടി റിട്ടേൺ ആണ് ആനുവലി, അല്ലെങ്കിൽ ഒരു 10 മാസ പീരീഡ്, അല്ലെങ്കിൽ ജാനുവരി തൊട്ട് അടുത്ത ജാനുവരി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടോ വരാം. അത് റിയൽ ടൈമായിട്ട് നമുക്ക് എത്ര കിട്ടിയെന്നുള്ളത് അടുത്ത കൊല്ലം ഞാൻ അടുത്ത ഫൈനൽ എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഒന്നാമത്തെ കാര്യം. സോ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 255% ആണ് ROI ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫീസിബിൾ സ്റ്റഡീസിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഇത്രയും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ എനിക്ക് പറയാനുള്ളത്, ഐ ആം ടേക്കിംഗ് ദിസ് ആസ് എ ബിസിനസ്. ഫാമിംഗ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ ബിസിനസ്. ഞാൻ മാക്സിമം സയൻറ്റിഫിക്കലിയാണ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ചതിക്കില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ ഈ പറഞ്ഞ പോലെ വേഴ്സ് കേസ് സെനാരിയോസ്, റിസ്ക് ഫാക്ടറും ഉണ്ട്. അത് വരാം. അത് വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള എല്ലാ കോൺസിക്വൻസും ഞാൻ കണ്ടു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇഞ്ചി മഞ്ഞൾ കൃഷി കൊല്ലം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു 5 എപ്പിസോഡെങ്കിലും ഞാനിത് ഈ ഒരു ഫാമിങ്ങിൻ്റെ പല സിറ്റുവേഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. 5 അതിൽ കൂടുതൽ എപ്പിസോഡ് ചെയ്യുന്നുണ്ടാവും. അടുത്ത കൊല്ലം ഇതേ സമയം ഞാൻ വന്നിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ജിഞ്ചർ ആൻഡ് ടേമറിക് ഫാമിംഗ്. സോ ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇതെങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാം അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എപ്പിസോഡ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജിഞ്ചർ ആൻഡ് ടേമറിക് ഫാമിംഗ് ആൻഡ് ലെറ്റ്സ് മോഡേണൈസ് ഇറ്റ്.